ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു വളരെയധികം കരുണയുള്ള ദൈവമാണല്ലേ. നമ്മളോട് ഒരിക്കൽ പോലും എന്താ പറയുക, കരുണയില്ലാതെ നമ്മുടെ ദൈവം പെരുമാറിയിട്ടില്ല. നമ്മൾ നമ്മുടെ പാപത്തിന്റെ പടുകുഴിയിലായിരുന്നപ്പോൾ നമ്മുടെ നേരെ കൈനീട്ടി നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് അല്ലേ. നമ്മളുടെ പാപങ്ങൾ നമുക്ക് തന്നെ അറിയാം എത്രമാത്രം പാപം ചെയ്ത മനുഷ്യരാണ് ഓരോ വ്യക്തികൾ എന്നുള്ള കാര്യം. പക്ഷെ അവത്തിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കുകയും അല്ലെ, നമ്മളെ തൻ്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യും, ഇന്ന് നമ്മളെ സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ ഒരു അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തിരിക്കുക. അത് ദൈവം നമ്മളോട് കാണിച്ച കരുണയാണല്ലേ. അപ്പൊ അതേപോലെ തന്നെ യേശുവിന്റെ മനസ്സുള്ളവരായിരിക്കുക, യേശുവിന്റെ ഹൃദയമുള്ളവരായിരിക്കുക എന്നാണ് പിതാവ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ മനസ്സുള്ള വ്യക്തികൾ അല്ല എങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആയി തീരത്തില്ല. യേശു എങ്ങനെയാണ് നമ്മളോട് കരുണ കാണിച്ചത്, യേശു എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റോട് ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് അല്ലെ, നമ്മൾക്ക് കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ വഴി. അതാണ് നമ്മൾ ക്ഷമിച്ചത്, നമ്മുടെ മോശപ്പെട്ട വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നം നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പൊ ദൈവം സ്വന്തം ഇഷ്ടപ്രകാരം അത് എന്താ പറയാ, ന്യായം അതിന് വിധിക്കുക തന്നെ ചെയ്യും. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ദൈവം ചെയ്തു തരിക തന്നെ ചെയ്യും അല്ലെ. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ എന്താ പറയണേ, ദൈവം ന്യായമില്ലാത്തവരായി തീരുന്ന ന്യായം ചെയ്യാത്ത ഒരു വ്യക്തിയല്ലല്ലേ. നിങ്ങളോട് മറ്റുള്ളവർ ദ്രോഹം ചെയ്തോ, കുഴപ്പമില്ല, അവനോട് അങ്ങ് ക്ഷമിച്ചു കളയുന്നേ, അത് കുഴപ്പമില്ലെന്ന് അങ്ങനെ പറയുന്ന വ്യക്തിയല്ല. നമ്മളോട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള അവർ ചെയ്ത എന്താ പറയാ വർക്കിനനുസരിച്ചുള്ള അവർ എന്ത് ദ്രോഹമാണ് നമ്മളോട് ചെയ്തതെന്ന് അതനുസരിച്ച് അവരോട് ചോദിച്ചോളും അല്ലെ. അങ്ങനെ ഒരു ദൈവമാണ്, ന്യായത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരുണയുള്ളവരായിരിക്കും, മറ്റുള്ളവർ ക്ഷമിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ഘനമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ന്യായപ്രമാണത്തിലെ ഘനമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ന്യായവും കരുണയും വിശ്വാസവും അല്ലെ, അത് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ളവരല്ല എങ്കിൽ ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് എൻട്രി പോലും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്, ന്യായപ്രമാണത്തിലെ ഘനമുള്ള കാര്യങ്ങൾ അത് ഫോളോ ചെയ്ത് നമ്മളോട് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ സ്നേഹം പോലൊരു സ്നേഹം. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ തേടിയെത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ക്ഷമിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ മോശപ്പെട്ട കാര്യം, ഞങ്ങളുടെ പാപങ്ങൾ എൻ്റെ കർത്താവെ ഡാർക്കായിട്ട് അല്ലെ, ക്രിംസൺ റെഡ് പോലെ ഇരുന്ന് ഞങ്ങളുടെ പാവങ്ങൾ കർത്താവ് അതെല്ലാം വാഷ് ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങളെ സ്നോ പോലെ വൈറ്റ് ആക്കി എടുത്തിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. എത്രമാത്രം വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും തീരാത്ത അത്ര ഉണ്ട് കർത്താവ് അങ്ങ് ഞങ്ങളോട് ചെയ്ത്. നന്ദി പിതാവ് കർത്താവെ. ഞങ്ങൾ സംസാരിക്കുന്നു, ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മനസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന അപേക്ഷിക്കുന്നു, ഹൃദയത്തോട് സംസാരിക്കുന്ന അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങാണ് ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളോട് സംസാരിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. 23-ാമത്തെ ചാപ്റ്ററിന്റെ 23-ാമത്തെ വാക്ക്. മത്തായിന്റെ 23-ന്റെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുമുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അപ്പൊ നമുക്കറിയാം പരീശന്മാരെയും ശാസ്ത്രിമാരെ പറ്റി, അന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള ലീഡേഴ്സിനെ പറ്റി നമുക്കറിയാം. ഫാരിസീസ്, സാദുസീസ് അല്ലെ, അവരെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യം. അവരിങ്ങനെ എന്താ പറയാ വെള്ളയടിച്ച കുഴിമാടങ്ങൾ പോലെയായിരുന്നു. അകത്ത് ചീഞ്ഞ് നാറി അഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പുറമേ കാണുമ്പോൾ എല്ലാം വളരെ മനോഹരമായിട്ട് അല്ലെ. ഇവർ ന്യായപ്രമാണവും എല്ലാം വളരെ കൃത്യം, തോറയും പ്രോഫറ്റ്സും എല്ലാം വളരെയധികം വായിക്കുകയും പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കരുണയില്ല, വിശ്വാസം ദൈവത്തിൽ ഒട്ടും തീരെയില്ല, ന്യായമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. യേശുക്രിസ്തുവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇവരോ സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്കത്തില്ല, ഇനി കടക്കാനൊട്ട് മറ്റുള്ളവരെ കൊണ്ട് സമ്മതിക്കത്തുമില്ല. സാധാരണക്കായ മനുഷ്യരുടെ തലയിലേക്ക് വലിയ ചുമടൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾക്കാർ അല്ലെ, അങ്ങനെയുള്ള ഒരു പറ്റം കൂട്ടരായിരുന്നു ഇവര്. അവരെ പറ്റി ദൈവം പറയുക, ഇവർ ന്യായപ്രമാണത്തിന്റെ ഘനമുള്ള കാര്യങ്ങൾ ഒന്നും പ്രമാണിക്കാതെ നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഘനമുള്ള കാര്യങ്ങൾ പ്രമാണിക്കാതെ നടക്കുന്ന കാര്യത്തെ പറ്റി നമ്മളോട് എന്തിനാണ് ദൈവം പറയുന്നത് അല്ലെ. നമ്മൾ അത് പ്രമാണിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് പ്രമാണിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല നമ്മൾ വരുന്നത്,
നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഓഫ് കാൽവറി യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ബലിയായി തീർന്നത് കൊണ്ട് ആണ് അല്ലെ. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കും ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങൾ യേശു വഴി നമ്മൾ എന്താ പറയാ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ 5-ാമത്തെ ചാപ്റ്റർ മാത്യുവിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഞാൻ ന്യായപ്രമാണത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അതിന് നള്ളിഫൈ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഞാൻ വന്നിരിക്കുന്ന ന്യായപ്രമാണം എന്താ പറയുക ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയാണ്. ആകാശം ഭൂമിയൊക്കെ പോകും, പക്ഷെ ന്യായപ്രമാണത്തിന്റെ ഒരു കുത്തോ ഓമയോ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. സകലം നിവർത്തിയാകും. കാരണം ന്യായപ്രമാണം വന്നിരിക്കുന്ന ദൈവത്തിന്റെ, ന്യായപ്രമാണം ദൈവത്തിന്റെ തന്നെ, അത് പെർഫെക്റ്റ് ആണല്ലേ. ഡേവിഡ് അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് 19-ാമത്തെ സങ്കീർത്തനത്തിൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലോർഡ് ഇസ് പെർഫെക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ആത്മാക്കളെ കൺവേർട്ട് ചെയ്യുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ലോ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. അത് ആത്മാക്കളെ എന്താ പറയാ സാൽവേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളത്. അപ്പൊ നമ്മൾക്ക് ന്യായപ്രമാണം വഴി സാൽവേഷൻ കൊണ്ടുവരും നടക്കും അല്ലെ. കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണം പാലിക്കുന്നുണ്ട് ആർക്കും റൈച്ചസ്നെസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മനസ്സിലായി, ന്യായപ്രമാണം എന്ന് പറഞ്ഞാല് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണല്ലോ. ദൈവത്തിന്റെ വചനം അത് സ്പിരിറ്റുമാണ്, ആത്മാവുമാണല്ലോ, സ്പിരിറ്റുമാണ്, എന്താ പറയണം ലൈഫും ആണല്ലോ അല്ലെ. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നു അല്ലെ. ദൈവത്തെ മനസ്സിലാക്കുമ്പോ ദൈവം എത്ര പരിശുദ്ധനാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അപ്പൊ പരിശുദ്ധിയിൽ നമ്മൾക്കും ജീവിക്കണമെന്ന് ആഗ്രഹം വരുന്നു. ഐസയ്യ യേശു ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ അല്ലെ, ആ വിഷയിൽ കണ്ടു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് ഐസയ്യക്ക് തോന്നുന്നത് എന്താ, എന്റെ ദൈവമേ, ഞാൻ പാപിയായിട്ടുള്ള വ്യക്തിയാണ്, എന്റെ ചുണ്ടുകൾ, എന്റെ അധരങ്ങൾ പാവമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്, ഞാൻ താമസിക്കുന്ന ഇടയ്ക്കുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണല്ലോ, എനിക്ക് പരിശുദ്ധനാണ് അല്ലെ. അപ്പൊ അതാണ് ഐശയ്യക്ക് അല്ലെങ്കിൽ യേശുവിന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ന്യായപ്രമാണത്തിലേക്ക്, ദൈവത്തിന്റെ വചനം അല്ലെ, ന്യായപ്രമാണം ദൈവത്തിന്റെ വചനമല്ല, ദൈവത്തിന്റെ വചനത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ ദൈവമേ, ഞാൻ എന്തൊരു തരത്തിലുള്ള വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലായി, എനിക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് അല്ലെ, അത് മനസ്സിലാവും. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മളോട് പറ്റിക്കുക ന്യായപ്രമാണത്തിന്റെ എന്താ പറയുക ഘനമേറിയത് ത്യജിച്ച് കളയരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കാര്യം എടുക്കുമ്പോ ലോ ഓഫ് ദ വർക്ക് അല്ലെ, നമ്മൾ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, സാക്രിഫൈസ് ഒക്കെ ചെയ്ത പറഞ്ഞിരിക്കുന്നത് അതേ പോയിട്ടില്ല. പക്ഷെ ലോ ഓഫ് ഫെയ്ത്ത് ഇപ്പോഴും ഉണ്ട്, ലോ ഓഫ് ഗ്രേസ് ഇപ്പോഴും ഉണ്ട് അല്ലെ. നമ്മൾ ദൈവം യേശുവിന്റെ കിങ്ഡത്തിലേക്ക്, ആ യേശുവിന്റെ കിങ്ഡത്തില് ദൈവം യേശു വെച്ചിരിക്കുന്ന ന്യായപ്രമാണം അല്ലെ, ന്യായപ്രമാണം അല്ല, ലോ, ന്യായങ്ങൾ, അത് നമ്മൾ പാലിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ യേശുവിന്റെ ലോ നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. മാത്യു എഴുതിയ ഗോസ്പലോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ എന്താ പറയാ അപ്പോസ്തലന്മാർ എഴുതിയ ലെറ്റർ എല്ലായിടത്തും വായിക്കുമ്പോ അല്ലെ നമുക്ക് കാണാൻ പറ്റുമോ എത്രയോ കാര്യങ്ങൾ യേശു ക്രിസ്തു നമ്മളോട് പോൾ വഴി പീറ്റർ വഴിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ പോളും തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, എന്താ പറയാ ഇമ്പ്യൂരിറ്റിയും സെക്ഷൽ ഇമ്മോറാലിറ്റിയും ഇമ്മോറായിട്ടുള്ള കാര്യങ്ങളും അല്ലെ, കവച്ചസ്നെസ്സും, അങ്ങനെ എന്താ പറയാ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ പറയാ എപ്പോഴും ദൈവത്തിന് നന്ദി കൊടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഇടയിൽ സംസാരിക്കുക പോലും ചെയ്യും. നമ്മുടെ ബോഡി അതൊരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് ദൈവത്തിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മത്തായിക്ക് സുവിശേഷത്തിൽ 5, 6, 7 ചാപ്റ്ററൊക്കെ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ ദൈവം എന്താണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്, നമ്മളെ പറ്റി നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്നതല്ലോ. ദൈവത്തിന് വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ദൈവത്തെ സ്നേഹിക്കാൻ, നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കും. അതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ന്യായങ്ങളാണ് അല്ലെ, പ്രമാണങ്ങളാണ്, നമ്മളത് പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ യേശുവിന്റെ എന്താ പറയുക, നമ്മൾ ഗ്രേസ് ഏറിയല്ല, നമ്മളിപ്പോ ചർച്ചിന്റെ സമയത്ത് നമുക്ക് ആ ന്യായപ്രമാണം ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്നില്ലെന്ന് പറഞ്ഞത് ജൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമ്മൾ വരുന്നില്ലെന്നേ പറയുന്നുള്ളൂ. ലോ ഓഫ് വർക്ക് അല്ലെ, സാക്രിഫൈസ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്ന അതിന്റെ കീഴിൽ നമ്മൾ വരാതിരിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ 10 കല്പനയും എടുത്ത് നോക്കി, അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 10 കല്പന ന്യായപ്രമാണത്തിന് കീഴിൽ വരുന്ന കാര്യമാണല്ലോ. നിനക്ക് വേറൊരു ദൈവം ഉണ്ടാകില്ല, യേശു ക്രിസ്തുവല്ല വേറൊരു ദൈവം ഉണ്ടാകാൻ ദൈവം സമ്മതിക്കുമോ? നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ രാമനെയോ കൃഷ്ണനെയോ അള്ളാവിനെ നമുക്ക് സേവിക്കാൻ പറ്റുമോ യേശു ക്രിസ്തുവിന്റെ കൂടെ ഉള്ളപ്പോ അല്ലെ? അത് പറ്റത്തില്ല അല്ലെ. അപ്പൊ അതിന്റെ ആ വർക്ക് മാത്രമേ, അത് വർക്കിന്റെ അടിയിൽ മാത്രമേ നമ്മൾ വരാതിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബലി കൊടുക്കുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന, ആനുവൽ സാക്രിഫൈസ്
എന്താ പറയാ രക്തം ഹോളി ഓഫ് ഹോളീസിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് അവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന അന്യന്റെ സ്ത്രീ വൈഫിനെ ഇങ്ങനെ എന്താ പറയാ മോശപ്പെട്ട രീതിയിൽ കാണരുതെന്ന് പറയുന്നു അല്ലെ, മറ്റുള്ളവരെ കാര്യങ്ങൾ കട്ടെടുക്കരുതെന്ന് പറയുന്നു. അതെല്ലാം നമുക്ക് ഇപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇപ്പോഴും അതൊക്കെ പാലിക്കേണ്ട, ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ യേശു നമ്മളോട് പറയുക ന്യായപ്രമാണത്തിന്റെ ഘനമേറിയ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചു കളയരുത് എന്ന് പറയും. അപ്പൊ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായം അല്ലെ, ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളത്, പിന്നെ കരുണ കാണിക്കുക എന്നുള്ളത്, വിശ്വസ്തതയുള്ളവരായിരിക്കും, വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം വിശ്വസ്തതയുള്ളവരായിരിക്കും എന്നുള്ളത് അല്ലെ. അപ്പൊ കരുണയോടെ പെരുമാറുക, മറ്റുള്ളവരോട് ന്യായമില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, നമ്മള് ന്യായം മറ്റുള്ളവർ കാണിക്കും അല്ലെ. നമ്മുടെ ദൈവം അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് നമ്മളോട് അല്ലെ. ക്രോസ് ഓഫ് കാൽവറി നമുക്ക് പാവമായിട്ട് തീർന്നപ്പോ അതൊരു വലിയൊരു എന്താ ദൈവം എന്താ ന്യായം അല്ല അവിടെ പ്രവർത്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ എത്രയോ പേരെ ആൾക്കാർ കൊല്ലുന്നു. പക്ഷെ അവർക്കൊരു എന്താ പറയാ ഒരു നീതി കിട്ടാത്തവർ അല്ലെ, ന്യായം കിട്ടാത്തവര്, നീതി കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലെ. പക്ഷെ അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കുക, അവർക്കും കൂടെ ഈ കൊന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക റേപ്പ് ചെയ്ത ആൾക്കാരും കൂടെ യേശുവിന്റെ അടുത്തേക്ക് ക്ഷമ ചോദിച്ചിട്ട് വന്ന് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ചെയ്യുന്ന മോശമല്ലേ അല്ലെ, അപ്പൊ അവിടെ ന്യായം ചെയ്യുവോ അല്ലല്ലോ ചെയ്തു. പക്ഷെ ദൈവം എന്താ ചെയ്തത്, എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യുന്നതിന് മരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ കൊലപാതകം ചെയ്തിട്ട് അല്ലെങ്കിൽ റേപ്പ് ചെയ്തിട്ട് ചെല്ലുന്ന ആൾക്കാർക്ക് വേണ്ടിയും കൂടെ ഉള്ള പാപമായിട്ട് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ന്യായം ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പൊ ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തെപ്പറ്റി പോലും നമ്മളോട് പറയത്തില്ല, നിങ്ങൾ മറ്റുള്ളവർ ന്യായം പെരുമാറണം, നീതി കൊടുക്കണം എന്ന് പറയുമ്പോൾ ദൈവം ചെയ്യാത്ത കാര്യത്തെപ്പറ്റി ഒരിക്കൽ പോലും പറയത്തില്ല. കരുണ കാണിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം കരുണയാണ് ദിവസവും നമ്മുടെ ദൈവം നമ്മളോട് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വിശ്വസ്തരായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കും, മറ്റുള്ളവർ വിശ്വസ്തത കാണിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ദൈവം എത്രമാത്രം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം അല്ല. അപ്പൊ ഒന്ന് വിചാരിച്ചു, അപ്പൊ ദൈവം ചെയ്യാത്ത ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ നമ്മളോട് പറയുന്നില്ല. അപ്പൊ ന്യായപ്രമാണത്തില് ഘനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം നമ്മൾ, കരുണയോടെ പെരുമാറുന്നവരായിരിക്കുക, മറ്റുള്ളവരോട് എന്താ പറയുക ക്ഷമിക്കാനുള്ള മനസ്സുള്ളവരായിരിക്കും അല്ലെ. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അവർ ക്ഷമിക്കപ്പെടുന്നില്ല, പക്ഷെ അവർ ക്ഷമിക്കപ്പെടാതിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ. നമ്മളോട് മറ്റുള്ളവർ ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുന്നു, നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നു അല്ലെ. അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അല്ലെ. ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യായപ്രമാണത്തിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക, ന്യായപ്രമാണത്തിന്റെ എല്ലാം കരുണയിലാണ് ചെയ്തിരിക്കുന്നത്. ദൈവം എന്ത് കാര്യം ചെയ്ത് കരുണയിലാണ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം ദശാംശം കൊടുക്കുന്ന, തൈത്ത് കൊടുക്കുന്ന കാര്യത്തെ പറ്റി അല്ലെ. അപ്പൊ ദശാംശം കൊടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് കുറേയധികം ക്രിസ്ത്യാനികൾ അല്ലെ, യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ദശാംശം കൊടുക്കുന്നതാകുന്നു ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ദശാംശം കൊടുക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതെ, ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾക്ക് തൈത്ത് എന്നുള്ള വാക്ക് നമുക്കില്ല, നമുക്ക് ദശാംശം കൊടുക്കണമെന്നില്ല. പക്ഷെ മനസ്സറിഞ്ഞു കൊടുക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്, തൈത്തും ഓഫറിങ്ങും അല്ലെ, മനസ്സറിഞ്ഞ് ഓഫറിംഗ് ഒക്കെ മനസ്സറിഞ്ഞ് അല്ലെ കൊടുക്കാൻ ദൈവം പറഞ്ഞിരിക്കുക. അത് എത്രമാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും അത്രമാത്രം കൊടുക്കാന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ പറയുക, കുറച്ചേ നമ്മൾ കൊടുക്കുന്നു, കുറച്ചേ നമുക്ക് കൊയ്യാൻ പറ്റത്തുള്ളൂ. കുറെ കൂടുതൽ കൊടുക്കുന്നവരാണ് കൂടുതൽ നമുക്ക് കൊയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ മനസ്സനുസരിച്ചിരിക്കും. അപ്പൊ കുറെ ഞാൻ കൊടുക്കാൻ പോവാ, അങ്ങോട്ട് നമുക്ക് കുളിക്കാൻ കൊടുക്കാൻ പോവാ, അപ്പൊ എനിക്ക് അത്രയോ അധികം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം മനസ്സറിയുന്ന വ്യക്തികൾ അല്ലെ. ദൈവത്തെ പറ്റിച്ച് പണം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല ദൈവത്തിന്റെ അടുത്ത്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കുന്ന ദൈവം അല്ലെ. നമ്മൾ മനസ്സറിഞ്ഞ് ദൈവമേ അങ്ങയുടെ വർക്ക് നടക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ഞാൻ ഇത്രയധികം പണം തരുന്നത് എന്ന് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പിന്നെയും മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി തീരാൻ വേണ്ടി നമ്മളെ ദൈവം ബ്ലെസ് ചെയ്ത് തന്നെ ചെയ്യും അല്ലെ. അപ്പൊ എബ്രാഹിമിനോട് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നീ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി തീരാൻ വേണ്ടി ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യും. അതുപോലെ ആയിരിക്കുമല്ലോ നമ്മുടെ കാര്യത്തിലും അല്ലെ. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ
ഇനി എന്താ പറയണേ, നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ അല്ല എങ്കില് നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവം ചെയ്യുന്ന ഓരോ കാര്യവും അല്ലെ, ഓരോ തൈത്ത് കൊടുക്കുന്നതിനെ പറ്റി, അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് തൈത്തിലേക്ക് വരുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അപ്പൊ ദൈവം തൈത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അപ്പൊ 3 തരത്തിലുള്ള തൈത്തിനെ പറ്റിയാണല്ലോ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒന്നാമത് എന്താ പിന്നെ എന്താ പറയാ, പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന തൈത്തിനെ കാര്യം, കാരണം അവർക്ക് പോർഷൻ ഇല്ല അല്ലെ, അവർക്ക് വേറെ ലാൻഡ് ആയിട്ടൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ 11 ട്രൈബുകാർക്കും ഓരോ ലാൻഡ് കൊടുത്തപ്പോഴേക്കും ഇവർക്കില്ല, ദൈവമാണ് അവരുടെ പോർഷൻ എന്ന് പറഞ്ഞപ്പോ തൈത്ത് കൊടുക്കൽ, പുരോഹിതന്മാർക്ക് തൈത്ത് കൊടുത്താലേ അവരുടെ കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. പിന്നെ ഫീസ്റ്റ് അല്ലെ, തൈത്ത് ഓഫ് ഫീസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡ്യൂസിന്റെയും തൈത്ത് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കുക. അത് നമുക്ക് തന്നെയുള്ള, നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഭക്ഷണം ഇന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള തൈത്ത്. പിന്നെ മൂന്നാമത്തെ തൈത്ത് എന്ന് പറഞ്ഞാല് ദൈവം പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിന്റെ 14ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയതല്ല, ഒത്തിരി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിന്റെ 14ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ 22 തൊട്ടൊക്കെയുള്ള വാക്കുകൾ അങ്ങ് വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ മൂന്നാമത്തെ തൈത്തിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് അല്ലെ, പാവപ്പെട്ടവർക്കും ഫോറിനേഴ്സ് ആയിരിക്കുന്നവർക്കും എന്താ പറയുക, വിഡോസിനായിരിക്കുന്നവർക്ക്, ഓർഫൻസിനായി കൊടുക്കുന്നതിന് വേണ്ടി 3ാമത്തെ വർഷം അല്ലെ കിട്ടുന്ന എന്താ പറയാ ആ പ്രൊഡ്യൂസിന്റെ അതിന്റെ 10% കൊണ്ട് വരണം എന്ന് ദൈവം പറഞ്ഞിരിക്കും അല്ലെ. അത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആകുന്നതിന് വേണ്ടി, അവര് സന്തോഷിക്കട്ടെ, അവർക്ക് എന്താ പറയുക, വിധവകളായിരിക്കുന്നവർ അവർ സന്തോഷിക്കട്ടെ, എന്താ പറയുക, അനാഥരായിരിക്കുന്ന അവർ സന്തോഷിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഫോറിനേഴ്സ്, സ്ട്രേഞ്ചേഴ്സ് അവർ സന്തോഷിക്കട്ടെ. അപ്പൊ അവിടെ കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് ശബത്തിന്റെ കാര്യം വരുമ്പോഴേക്കും അല്ലെ. ശബത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന, ശബത്തിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ 6 ദിവസം വർക്ക് ചെയ്യുന്നു, 7ാമത്തെ ദിവസം നമ്മൾ വർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ചുറ്റോടി ഇരിപ്പ്. കമ്പനീന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല. അപ്പൊ മുതലാളിക്ക് 7ാമത്തെ ദിവസം എന്താ പറയാ ശബത്താണെങ്കിൽ അവര് എന്താ പറയാ 7ാമത്തെ ദിവസം അവര് വിശ്രമിക്കാൻ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എംപ്ലോയീസിനും വിശ്രമം കിട്ടുമല്ലോ അല്ലെ. അപ്പൊ അതല്ലേ ദൈവം പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവര്, സ്ലേവ്സിനും അല്ലെ, സെർവൻസിനും, പിന്നെ ആടുമാടുകൾക്കും എല്ലാത്തിനും എന്താ പറയുക ഒരു റെസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ ദൈവം അവിടെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന കൈൻഡ്നെസ്, കമ്പാഷൻ, മേഴ്സി അല്ലെ, അതെല്ലാം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളും എന്നാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത്. അങ്ങനെ ആയേ നമ്മൾ പറ്റത്തുള്ളൂ അല്ലെ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരുപാട് കരുണയുള്ളവരായേ പറ്റത്തുള്ളൂ, ക്ഷമിക്കാൻ തയ്യാറാവുന്ന വ്യക്തികളായേ പറ്റത്തുള്ളൂ. അപ്പൊ മത്തായിയുടെ 18ാമത്തെ ചാപ്റ്ററിലേക്ക് വരും, നമുക്ക് കാണാൻ പറ്റും ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്, ഒരു ഉപമയാണ്. എന്താ പറയുക, മത്തായിന്റെ 18ന്റെ 21 തൊട്ട് 35 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ശിമോൻ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, എന്റെ സഹോദരൻ എന്നോട് എന്താ പറയണേ, സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ 7 പ്രാവശ്യം മതിയോ ചോദിക്കുമ്പോൾ 7 അല്ല 7 വട്ടം അല്ല 70 വട്ടം ക്ഷമിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 70 വട്ടം ക്ഷമിക്കണം എന്ന് യേശു പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മള് ബുദ്ധിയുള്ളവരായിരിക്കണം, വിജ്ഞാനമുള്ളവരായിരിക്കണം, വിവേകപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം യേശു ക്രിസ്തു. അപ്പൊ 70 വട്ടം നമ്മള് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ഒരു വീടിന്റെ വാതിലിന് മുമ്പിൽ ചവിട്ടിയായിട്ട് ജീവിക്കണം ദൈവം ഒരിക്കൽ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ മറ്റുള്ളവര് ഒരു കരണത്ത് അടിക്കുമ്പോ അടുത്ത കരണം കാണിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഒരു ദ്രോഹത്തിന് ഒരു പാത്രങ്ങളായി തീരണം എന്ന്, മറ്റുള്ളവർ നമ്മളെ മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ ദൈവം 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതേ ചാപ്റ്റർ തന്നെ 18ാമത്തെ ചാപ്റ്റർ, മത്തായിന്റെ 18ാമത്തെ ചാപ്റ്ററിലെ 15 തൊട്ട് 17 വരെയുള്ള വാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, നമ്മളോട് നമ്മുടെ സഹോദരൻ, സഹോദരൻ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവനാകാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബിലീവേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ അവരെ നമ്മളോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ദൈവം ആദ്യമായിട്ട് അവരോട് ചെന്ന് ഡയറക്റ്റായിട്ട് പറയുക. ഇനി ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് അയാളത് കേൾക്കാൻ കൈക്കൊള്ളാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ 2-3 പേരെയായിട്ട് പോയി സംസാരിക്കുക. അതിലും അയാൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ, അത് കൈക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ
എന്താ ചെയ്യേണ്ടത്, ചർച്ചിലുള്ളവരുമായിട്ട് പോവുക. ഇനി അതിനുശേഷം അദ്ദേഹം അതൊന്നും കൂട്ടാക്കാൻ തയ്യാറല്ലാത്ത വ്യക്തിയാണെങ്കിൽ മാത്രമേ അയാൾ ഉപേക്ഷിച്ച് കളയാൻ ദൈവം പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പം എന്താ പറയണം, ഒരു ടാക്സ് കളക്ടറിനെ പോലെ അയാളെ ട്രീറ്റ് ചെയ്യാൻ പറയുന്നതുള്ളൂ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തിനെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മൾ ക്ഷമിക്കുവാണെങ്കിൽ ഒരാൾ നമ്മളോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തി അത് ദൈവത്തിലേക്ക് വരുന്നതിനുള്ള ഒരു മാർഗമാണെങ്കിൽ നമ്മളായിട്ട് തള്ളിക്കളയരുത്, അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയും ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസും ഒക്കെ ആയിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാണ് ക്ഷമിച്ചു കൊടുക്കാമെങ്കിൽ, അല്ലെ? അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ ദൈവത്തിന് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൃപ കൊണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളത് ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന വഴി കൂടെ, അല്ലെ, നമ്മൾ നടന്നുകൊണ്ട് ഹെൽപ്പ് എടുത്തുകൊണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡിൽ നിന്ന് ഹെൽപ്പ് എടുത്തുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുന്നത്, അല്ലെ? അല്ലാതെ നമ്മൾ ക്ഷമിക്കത്തില്ല, ഇല്ല ഇവരൊന്നും എന്നോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറി ഞാൻ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും ഇല്ല. ആ എന്താ പറയാ, ദോഷം ചെയ്ത ആൾക്കാർക്ക് ഒരിക്കൽ പോലും അത് മനസ്സിലാക്കാനുള്ളൊരു ഒരു മാർഗവുമില്ല. നമ്മളും അവര് തന്ന അതേ നാണയത്തെ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നീയൊക്കെ യേശുവിന്റെ പറയാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യമെന്നുള്ളൊരു വാക്കുമൊക്കെ വരുമല്ലേ, നമുക്കവിടെ ഒന്നും നമ്മുടെ യേശുവിന്റെ സ്നേഹം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മാർഗവുമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ആയിരിക്കണം ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 18ാമത്തെ ചാപ്റ്റർ തന്നെ 21 തൊട്ട് 35 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുക, ഒരു ഉപമ പറഞ്ഞിരിക്കുക, അല്ലെ? ഉപമയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാൾക്ക് അപ്പൊ ഒരു സ്വർഗത്തിന്റെ രാജ്യത്തെ ഒരു വ്യക്തിയോട് ഇവിടെ ഉപമിക്കുക. അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ തന്റെ വർക്കേഴ്സിന്റെ ഇടയിൽ ഉള്ള അക്കൗണ്ട് ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ദാസന്മാരുടെ എന്താ പറയാ കണക്കൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യമാണ് ഇവിടെ സ്വർഗത്തെ രാജ്യത്തെ ദൈവം കമ്പയർ ചെയ്തിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക, ഈ സ്വർഗത്തിന്റെ രാജ്യത്തെ രാജാവ് തന്റെ ദാസന്മാരുടെ കണക്കൊക്കെ നോക്കി വരുമ്പോ ഒരു ദാസൻ എത്ര പറഞ്ഞ 10,000 ടാലന്റുകൾ, അല്ലെ? 10,000 ടാലന്റ് കൊടുക്കാൻ കിടക്കും അദ്ദേഹത്തിന്. അപ്പൊ തിരിച്ചു കൊടുക്കാൻ പറയുമ്പോ ആ ദാസനില്ല. ദാസൻ കരച്ചിലായി പ്രശ്നമായി. അപ്പൊ ഈ രാജാവ് പറഞ്ഞൊക്കെ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെ ഭാര്യയും മക്കളെ എല്ലാം വിൽക്കുക, അല്ലെ? അങ്ങനെയാകുമ്പോ കാശ് തീർക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം കരയുന്നു, ഈ ദാസൻ കരഞ്ഞു കഴിയുമ്പോ മനസ്സലിവുള്ള രാജാവ് ഓക്കെ സാരമില്ല ഇത് പോട്ടെ എന്ന് വെക്കുന്നു. അപ്പൊ 10,000 ടാലന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ US ഡോളേഴ്സിലേക്ക് മാറ്റുമ്പോൾ ഇപ്പൊ 660 മില്യൺ എന്ന് പറഞ്ഞു. ഇപ്പൊ 10 മില്യൺ ആണല്ലോ 1 കോടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ എന്താ പറയണ ഇന്ത്യൻ കറൻസിലേക്ക് വരുമ്പോൾ എത്രമാത്രം ഒരു 66 കോടി അല്ലെ 70 കോടിയോളം രൂപ എന്ന് വെച്ചാൽ ഒരു വലിയൊരു എമൗണ്ട്, അല്ലെ? വലിയൊരു തുക കൊടുക്കാനുള്ള വ്യക്തിയെന്ന് വിചാരിച്ചോളൂ, അല്ലെ? അപ്പൊ ഈ വ്യക്തിനെ കാണിക്കുന്ന ആരെപ്പറ്റി പറയുന്നത്? നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർഗത്തിന്റെ രാജ്യം രാജാവിന് സദൃശ്യം എന്ന് പറയുമ്പോ സ്വർഗത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞ രാജ്യം സ്വർഗത്തിന്റെ രാജ്യത്തെ രാജാവ് നമ്മുടെ രാജാവാണ്, യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുവിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ യേശു നമ്മളോട് ക്ഷമിച്ചിരിക്കും, നമ്മൾ അത്രമാത്രം കടക്കാരായെന്ന് വിചാരിച്ചോളും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ വ്യക്തി എന്ന് വെച്ചാല് ആ രാജാവ് അയാളോട് ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അയാൾ പോയി 10 ഡിനാരിസ് കൊടുക്കാൻ 100 ഡിനാരിസ് കൊടുക്കാനുള്ള അയാളുടെ ഒരു കടക്കാരനോട് ക്ഷമിക്കാതെ ആ കടക്കാരനെ ജയിലിൽ ഇടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ 1 ഡിനാരിസ് എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൂലിയാണ്. അപ്പൊ 100 ഡിനാരിസ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 10,000 ഡോളറോ അല്ലെ 10,000 രൂപയോ ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മണി, അല്ലെ? അത്രയേ ഉള്ളൂ. അത് പോലും ക്ഷമിച്ചു കളയാൻ മനസ്സില്ലാത്ത അയാൾ, അല്ലെ? അപ്പൊ വേറെ കൃത്യമായി ഇത് കണ്ടിട്ട് ചെന്ന് രാജാവിനോട് പറയുന്നു. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു? ഈ നേരത്തെ താൻ ക്ഷമിച്ച ഈ എന്താ പറയാ ദാസന് ജയിലിൽ അടയ്ക്കുന്നില്ല, അയാൾ ഇത് കൊടുത്തു തീർക്കുന്നോടും അയാളുടെ പണം കൊടുത്തു തീർക്കുന്നോടും വരെ അവിടെ കൊടുത്തു തീർത്താൽ മതി, അല്ലെ? എന്ന് വെച്ചാൽ 10,000 ടാലന്റ് കൊടുത്തു തീർക്കുന്നോടും വരെ അവിടെ കടന്നു എന്ന് പറഞ്ഞ്
ജയിലിലാക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ദൈവം പറയുവാണ്, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കുന്നത് സ്വർഗ്ഗത്തിലെ പിതാവ് 35-ാമത്തെ വാക്യം പറഞ്ഞു, 18-ാമത്തെ ചാപ്റ്റർ മത്തായിന്റെ, നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നവർ ആയിരിക്കണം. ദൈവം നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ കരുണ കാണിക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്കറിയാം ബിയാറ്റിറ്റ്യൂഡ് അല്ലെ, അത് മത്തായിയുടെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം, ബിയാറ്റിറ്റ്യൂഡിൽ വായിക്കുന്ന കാര്യം, നമ്മള് നല്ല ഹൃദയത്തിന് ഉടമയാണെങ്കിൽ ദൈവത്തെ നമ്മൾ കാണും അല്ലെ. എന്താ പറയുക, നമ്മൾ സമാധാനപ്രിയരാണെങ്കിൽ എന്താ പറയുക, ദൈവത്തിന്റെ മക്കൾ നമ്മൾ അറിയപ്പെടും. നമ്മൾ കരുണ കാണിക്കുന്നവരാണ്, നമ്മളോടും ദൈവം കരുണ കാണിച്ചിരിക്കും അല്ലെ. റൈച്ചസ്നസിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ദാഹിക്കുകയും ഹംഗ്രി ആയിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് നീതി ന്യായം കിട്ടുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കരുണ കാണിക്കുന്നവരാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവർ ക്ഷമിക്കാൻ തയ്യാറുള്ള വ്യക്തികളാണെങ്കിൽ നമ്മളോടും ദൈവം തയ്യാറാകും അല്ലെ. നീ നമ്മളെ ക്ഷമിക്കത്തൊന്നും ഇല്ല എങ്കിൽ പ്രശ്നം നമുക്ക് തന്നെയാണ് അല്ലെ. നമുക്ക് തന്നെയാണ് പ്രശ്നം. നമ്മൾ മറ്റുള്ളവർ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണ്, നമ്മുടെ മനസ്സിനൊരു സുഖം കാണത്തില്ല. എന്താ പിന്നെ ദൈവമായിട്ട് നമ്മൾ അത്ര നല്ല ടേംസിലും ആയിരിക്കത്തില്ല, കഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അതിനൊന്നും പോകാതെ എന്താ പറയുക, ആ വെയിറ്റി മാറ്റർ ഓഫ് ദ ലോ എന്ന് പറയുമ്പോൾ ആ ഖനമുള്ള അല്ലെ ന്യായപ്രമാണത്തിന്റെ ആ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കരുണയും വിശ്വാസവും വിശ്വസ്തതയും അല്ലെ, പിന്നെ എന്താ പറയുക ന്യായമൊക്കെ പാലിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ, ദൈവത്തെ പോലെയുള്ളവരായിരിക്കട്ടെ. അങ്ങനെയല്ലേ എഫേസ്യർക്ക് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ, ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ദൈവത്തെ ഇമിറ്റേറ്റ് പറയുമ്പോൾ നമുക്ക് സ്പിരിറ്റ് ആയിരിക്കും ദൈവത്തെ അറിയത്തില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ. യേശു നമ്മൾക്കൂടെ എത്രമാത്രം ക്ഷമിച്ചു അതുപോലെ ക്ഷമിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെയിറ്റി മാറ്റേഴ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ കനമുള്ള ന്യായപ്രമാണത്തിലെ കനമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കരുണയും വിശ്വാസവും ന്യായവും അല്ലെ, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെ. മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റവും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സ്നേഹത്തോടെ കരുണയോടെ റെസ്പെക്റ്റോടു കൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ എന്നാണ് ദൈവം നമ്മളെ പറ്റി പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. അങ്ങനെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല. വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങ് കർത്താവ്. താങ്ക് യു ജീസസ് മിസ്റ്റർ ഫാദർ ഗാഡ്. അങ്ങ് പറയുന്ന പോലെ കർത്താവ് ഖനമുള്ള കാര്യങ്ങൾ കർത്താവ് ന്യായപ്രമാണത്തിലെ സ്നേഹത്തോടെയും കരുണയോടും കർത്താവെ കൃപയോടും കൂടി കർത്താവ് മറ്റുള്ളവരോട് പെരുമാറാൻ കർത്താവ് ന്യായമായിട്ടും കർത്താവിനോട് വിശ്വസ്തയോടും ഒക്കെ പെരുമാറാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങളുടേതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കാനുള്ള ഇടം ഞങ്ങൾ വരുത്താതിരിക്കട്ടെ കർത്താവ്. യേശു നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ് മിസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ.